അപ്പം രാവിലെ കാപ്പിക്ക് എന്നാന്ന് ചോദിച്ചു മമ്മിയോട്. അപ്പം മമ്മി പറഞ്ഞു പറമ്പിൽ ഒരു ചക്ക മൂത്ത് കിടപ്പുണ്ട്. അപ്പം ചക്കയൊക്കെ മൂത്ത് വരുന്ന ഒരു സമയമായിട്ടിത്. ഈ ഇറങ്ങി വരുന്ന വഴിക്കൊരു പപ്പായ മരം കണ്ടോ, ചെറിയ പപ്പായ ആയിട്ടോ അതിനകത്തുള്ളത്. ഇതേ നമ്മളിടാൻ പോകുന്ന ചക്ക ഇതാട്ടോ. അപ്പം അത് നന്നായിട്ട് മൂത്ത് കിടക്കുന്ന മമ്മി ഇത് ചക്ക ഇട്ട് കഴിഞ്ഞു. അപ്പം ഇച്ചിരി താഴെയാണ് നിന്നത്, കാരണം പെട്ടെന്ന് ഇടാനായിട്ട് പറ്റി. അപ്പം അതിൻ്റെ ചക്കയൊക്കെ മൂത്തിട്ടുണ്ട്. പിന്നെ ഇത് അവിടെ നമ്മുടെ പറമ്പിൽ കിടന്നൊരു തടിയേൽ നിറച്ച് കൂണുണ്ടായി നിൽക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടേ നമ്മുടെ ഏലത്ത ചെടിയൊക്കെ പൂത്ത് നിൽപ്പുണ്ട്, ഏലക്കൊക്കെ മൂത്ത് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു ചെറിയ പപ്പായയുടെ കേസ് പറഞ്ഞില്ലേ, അതിൻ്റെ പഴം വീണ് കിടക്കുന്ന ഒരു മാങ്ങയുടെ ഒക്കെ അത്രയും വലുപ്പം തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെ പൂച്ചയൊക്കെ അവിടെ മേളിൽ വന്നിരുന്നിട്ട് തിരിച്ചു പോയി. പിന്നെ ഞങ്ങൾ പറമ്പിൽ നിന്ന് നേരെ തിരിച്ചു വരുന്ന കാഴ്ചയാണ്. വരുന്ന വഴി ചാമ്പങ്ങയൊക്കെ നിറയെ കിടപ്പുണ്ട്. പോരുന്ന വഴിക്ക് മമ്മിക്കൊരു പാള കിട്ടി. പാളയും തോട്ടിയൊക്കെ ആയിട്ട് മമ്മി കയറി വരുന്നൊരു വഴിയാട്ടോ ഇത്. ഇത് ചക്ക വീട്ട് മുറ്റത്ത് എത്തിച്ചിട്ടുണ്ട്. അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇനി ഇവിടെ ഇരുന്നാണ് നമ്മുടെ ചക്ക വെട്ട്. അപ്പോൾ അത് ചക്ക വെട്ടുന്നത് മമ്മിയാട്ടോ. മമ്മി ചക്ക വെട്ടിയില്ലെങ്കിൽ അതിൻ്റെ പകുതി പോലും ഞങ്ങൾ വെട്ടിയാൽ കിട്ടത്തില്ല. അപ്പോൾ അതേ മമ്മി വെട്ടിക്കഴിഞ്ഞപ്പോൾ നല്ല മൂത്ത ചക്കയാട്ടോ. ഇത് നല്ല കളറല്ലേ നോക്കി. അപ്പോൾ അതിൻ്റെ അരക്കൊക്കെ മമ്മി എന്നാ ഒരു പേപ്പറും കൊണ്ട് തുടച്ച് കളയുന്നുണ്ട്. അപ്പോൾ ഇനി മമ്മി ചക്ക വെട്ടും, നമ്മൾ ബാലൻസ് പരിപാടിയെല്ലാം ചെയ്ത് കൊടുത്താൽ മതി. വേണ്ടേ ഇനി നമ്മുടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ട് ചക്ക ഇനി വെട്ടിയെടുക്കുക. അപ്പം നമ്മുടെ കയ്യിൽ അരക്ക് പറ്റുമല്ലോ. അപ്പോൾ അത് അരക്ക് പറ്റാതിരിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് പൊടിയും അതുപോലെ വെളിച്ചെണ്ണ കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ തേച്ചിട്ട് ചക്ക വെട്ടുകയാണെങ്കിൽ അരക്ക് കയ്യിൽ പറ്റത്തില്ല. അപ്പം മമ്മി ചക്ക വെട്ടി നമുക്ക് അതിൻ്റെ ചുളയെടുത്ത് ഇപ്പം തരും കേട്ടോ. നമുക്കതിനെ ഇനി അതിൻ്റെ ശകണി എടുത്ത് കളയുക, അതുപോലെ അതിൻ്റെ കുരുവൊക്കെ കീറി മാറ്റി വെക്കുക, അതുപോലെ അരിഞ്ഞെടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. അപ്പം ചക്ക ആദ്യമായിട്ട് മൂത്ത് കിട്ടിയതാട്ടോ. അപ്പം കഴിക്കാനുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും കേട്ടോ. കുറച്ച് നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇഷ്ടം മാതിരി ഉണ്ടായാൽ നമുക്കത് എത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പം എല്ലാം പ്ലേറ്റിലെടുത്തിട്ടുണ്ട്. ദേ മമ്മിയുടെ കൈയെല്ലാം നല്ല ക്ലീൻ ആയിട്ടിരിക്കുക കേട്ടോ. ആ ചക്കയുടെ അരക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. ദേ നമ്മുടെ ചകിടിയും കുരുവും കളഞ്ഞ ചക്ക ഇവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അരിഞ്ഞെടുക്കുക കേട്ടോ. ഇനി ചക്ക വേവിക്കാനുള്ള കലത്തിലോട്ട് നമുക്ക് ഇതേ ആദ്യം ചക്കക്കുരുവാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അരിഞ്ഞ ചക്ക കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയെല്ലാം ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിന് വേണ്ടി അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ചുവന്നുള്ളി ഇല്ലേ, അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കാന്താരി മുളക് കേട്ടോ. ചക്കയ്ക്ക് എപ്പോഴും കാന്താരി മുളകായിരിക്കും അടിപൊളി കേട്ടോ. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ അളവനുസരിച്ചെടുക്കാം. ചക്ക എത്രമാത്രം എടുക്കുന്നത് നമുക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീരകമാണോ, ആവശ്യത്തിനുള്ള ജീരകവും കൊടുത്തു. പിന്നെ തേങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതിനൊന്ന് ഒതുക്കിയെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടി ഇട്ടാൽ മതി കേട്ടോ. അപ്പം ഞാൻ അരച്ചപ്പോൾ എനിക്ക് ആ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അത് കാരണം ഞാനിപ്പോൾ അതേ അരപ്പ് റെഡിയാക്കിക്കൊണ്ട് വന്നിട്ട് ആ അരപ്പിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തിരുമ്മിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന വേവിക്കാനായിട്ട് പാത്രത്തിലോട്ട് മാറ്റിയ ചക്കയിലായിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും മണമൊക്കെ കിട്ടുമേ. പിന്നെ ഇത് ഇതുപോലെ ഒരു കുഴി ഉണ്ടാക്കുക, അതിനകത്തേക്ക് അരപ്പെടുത്ത് ഇടുക. അരപ്പ് വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതേ അരപ്പൊക്കെ അതേ ഈ ചക്കയെ കൊണ്ട് തന്നെ അങ്ങ് മൂടി അങ്ങ് വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പെടുത്ത് ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അതേണ്ടേ നമ്മുടെ ചക്ക ഇവിടെ വെള്ളമൊക്കെ പറ്റി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇളക്കിയെടുക്കാം. എൻ്റെ പൊന്നോ എന്നാ സ്മെല്ലാണെന്നറിയാമോ, നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. എപ്പോഴും ചക്ക ഉണ്ടാക്കിയിട്ട് ചൂടിനോട് കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ വേണ്ട നമ്മുടെ ചക്ക ഉണ്ടാക്കി പ്ലേറ്റിലോട്ട് മാറ്റി നമ്മളിനി വേണ്ട ചക്കപ്പുഴുക്ക് കഴിക്കാൻ പോകണം രാവിലത്തെ കാപ്പിയായിട്ട് കേട്ടോ. അതേണ്ടേ അതിന് ഉപ്പിലിട്ട മാങ്ങ, ചമ്മന്തി, കാന്താരി മുളകൊക്കെ വെച്ച് അരച്ചാണ്. ഇതേണ്ടേ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്തിയുടെ ചാറങ്ങ് ഒഴിക്കുക, കഷ്ണങ്ങൾ ഇടുക, ചക്ക ദേ ഇതുപോലെ എടുക്കുക, മത്തിച്ചാറിൽ മുക്കിയിട്ട് അതിൻ്റെ ഒരു ചെറിയ പീസും കൂടെ എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കുക. അടിപൊളി ടേസ്റ്റാട്ടോ. ഇനി ഇതേ ഇതുപോലെ ചക്ക എടുത്തിട്ട് നമുക്ക് നമ്മുടെ അടിപൊളി ചമ്മന്തിയിൽ അങ്ങ് മുക്കുക, ഒന്ന് കഴിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.